ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വോൾക്കാനോ ഗെയിമിങ്ങിലേക്ക് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ സർവൈവലാണ് 4 4 5. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതെൻ്റെ സർവൈവലാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ കേവിലെ വെള്ളം നമുക്കൊന്ന് മൂടണം ഗൈസ് ഇന്ന്. നമുക്ക് ഈ കേവിലോട്ടായിരുന്നു ചാടാം. നമുക്ക് അവിടെ ആ ഒരു ഭാഗത്തായിട്ടോടെ ഒന്ന് പോകണം. ആ കറുത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തോടെ നമുക്കൊന്ന് പോകണം ഗൈസ്. നമുക്കിപ്പം ചാടണം ഒന്ന് അങ്ങോട്ട്. വരാൻ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ലാവയൊക്കെ മാറ്റണം. ഓക്കെ, ഹൈ ലാൻഡിങ് ആണ്. ആ, നേരത്തെ ലൈഫ് ഒന്നും കുറയുന്നില്ലായിരുന്നു. ഓക്കെ, നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം മേളിൽ ചെയ്തിട്ടുണ്ട് നമ്മളെ. വലിയ പ്രോയാ, വീടൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അയൺ കോള് അതൊക്കെ വെച്ചുള്ള പരിപാടികളാണ്. ആർമറൊക്കെ ഉണ്ട്. ആർമറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ കുറച്ച് ചത്ത് അതൊക്കെ ഈ വീഡിയോക്കകത്തുണ്ട് ഗൈസ്. ഗൈസ്, അപ്പം അയൺ ആക്സ് ഞാൻ വില്ലേജറിൻ്റെ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. തീരാറായി എന്താ പറയാ. അപ്പം ചാടിത്തുള്ളി ഇവിടെ എപ്പോൾ ചാടിത്തുള്ളി പോയാലും ഇവിടെ വെള്ളത്തിൽ വരും ഗൈസ്. നമ്മളിവിടെ കുറേ ഇവിടെ നല്ല രസമുണ്ടാ കാണാൻ. നല്ല രസമുണ്ട്. നല്ല വാങ്ങിട്ടുണ്ട്. ഒരു മണ്ടക്കിട്ട് റെഡിയും കൊടുത്തിട്ടാണ്. ഒരു സാഡിലുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം ഒരു കുതിരേനെ അങ്ങ് മേയ്ക്കാമായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് അയൻകുളത്തിനുണ്ടാക്കി വരുമോ? ഉണ്ടാക്കി. എന്നാ പോയി പൊട്ടിച്ചോ. വേറെ ഉണ്ടാക്കിക്കോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയി വരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് കവർ ചെയ്യണം ഗൈസ്. നമ്മൾ ഫാസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പം എല്ലാം കവർ ചെയ്തിട്ട് കാണാം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാവുന്നുണ്ട്, അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കവർ ചെയ്തിട്ട് കാണാം, എല്ലാ ഭാഗവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് എടുത്ത് വീഴുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാവില്ല, പക്ഷെ നമുക്ക് ആർമെല്ലാം കിട്ടും ഗൈസ്. എന്തോ പറയാനാണെന്ന് നോക്ക് ഗൈസ്. നമ്മൾ ചത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ മൈൻഡ് തെറിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പക്ഷേ ആർമറൊക്കെ കിട്ടുന്നുണ്ട്. സാധനങ്ങളോ പിക്കാക്സ് ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാ സംഭവം കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നെ ഒരു ദിവസം ചാവുമ്പോൾ ലാവയ്ക്കകത്തിൻ്റെ സാധനങ്ങളെല്ലാം പോവും. അതൊക്കെ ഒബ്സിഡിയൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് മേലോട്ടൊക്കെ പോയി അപ്പുറത്തൊന്നും ചാടിയിട്ട് ഇവിടെ ഫുള്ള് ഇനി ചാവുകയാണെങ്കിൽ മാത്രമേ എടുത്തുള്ളൂ. ഇനി ഞാൻ ഫുള്ള് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമുക്ക് പകുതി വെള്ളം പോയി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടയ്ക്കണം. ഇനി അപ്ഡേറ്റ് ചെയ്ത ഗൈസ് വീഡിയോ അതിൻ്റെ പോകും. ചുമയും പനിയൊക്കെയാണ് ഗൈസ്. ഇപ്പം 3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മാറി കിട്ടി ഗൈസ്. ഇത്രയും വെള്ളം മാറി കിട്ടി നമുക്ക്. ഞാനില്ലല്ലോ കളിക്കുന്നേ. ഇപ്പം ഞാനില്ലല്ലോ കളിക്കുന്നേ. ഇത് സൂക്കം എടുത്ത് ചാടിയതാണ്. ഇനി അപ്ഡേറ്റ് ചെയ്യാൻ നിന്ന ഗൈസ് നമ്മൾ വീഡിയോ തീരുന്നതായിരിക്കും. അപ്പം പകുതി തീരുന്നത് അവിടെയൊക്കെ ഒന്ന് അടയ്ക്കണം. ഇനിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ അടയ്ക്കാം. ഇവിടുന്ന് കട്ട തീരും. ഇപ്പം കയറിപ്പോൾ ഓരോ കട്ട കാണത്തില്ല, നോക്കൂ. ഓക്കെ, കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് എന്തായാലും വെള്ളം ചാടും. എന്തൊരു കഷ്ടമാണ് നോക്ക് ഗൈസ്. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അത് പോയി. ഗൈസ്, അപ്പോൾ ഈ കോപ്പറയൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇറങ്ങിയിട്ട് കാണാം. അപ്പം കുറേ നേരമായിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുവാണ്. ഇപ്പോഴും അത് പുറത്തിറങ്ങിയിട്ട് അടുത്ത ഇതായപ്പോൾ കഴിഞ്ഞ് പിന്നെയും ചാടി. ഭാഗ്യം. ഗൈസ്, ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഹൊറർ ഫീലാണ് കേട്ടോ. നമ്മൾ ഒരെണ്ണത്തിന് നടുക്ക് പെട്ടുപോയൊരു ഫീല്. മറ്റേ ഒബ്സിഡിയൻ ഡോറേ ഗൈസ്, ഇവിടെ കുറേ സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ കുറേ സ്ഥലം. ഇവിടെ ഡയമണ്ട് എന്തായാലും കാണുമല്ലോ. ഇവിടെ ഞാനൊന്ന് പരിശോധിക്കണം. ഇവിടെയൊക്കെ ഞാനൊന്ന് പരിശോധിച്ചിട്ടില്ല. അവിടെയൊക്കെ ഉണ്ട് ഗൈസ് കുറേ സ്ഥലം. ഇത് ഈ മൈൻക്രാഫ്റ്റ് പൊട്ടിക്കാൻ പറ്റാത്ത കട്ട.
ബെഡ്റോക്ക്. ആ ബെഡ്റോക്ക് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതുകൊണ്ടൊക്കെ വവ്വാലൊക്കെ പോകുന്നത്. വവ്വാല്. ഓക്കെ ഗൈസ്, വേണ്ട, ഞാൻ പില്ലർ ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തോ പറ്റുമോന്ന് അറിയത്തില്ല. അത് ഇവിടുത്തെ വെള്ളമൊക്കെ ഒബ്സിഡിയൻ ഉണ്ട്, നിനക്ക് നെതറി പൊക്കൂടി. മോനെ ഡയമണ്ട് പിക്കാക്സ് ആൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ശരിയാ, ഡയമണ്ട് പിക്കാക്സ് ഉണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റുള്ളൂ. ആ ഗൈസ്, ഇവിടെ ഭയങ്കര ലാവ പോവും. അതാരായിരിക്കുന്നത്? നമ്മുടെ അയൺ സാറ്. ഗൈസ്, നമുക്ക് ഇവിടെയൊക്കെ ഗ്ലാസ് കൊണ്ട് വെക്കണം. എന്നിട്ട് ഇത് ഗ്ലാസ് കൊണ്ട് വെച്ചാൽ അതിൻ്റെ അടിയിലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടി ഡയമണ്ട് ഉണ്ടെങ്കിലോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി വീടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി ഡെവലപ്പ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല മൈൻക്രാഫ്റ്റിൽ. പക്ഷെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഇനിയും വീഡിയോ ഇടുന്ന കുറച്ച് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി എൻ്റെ വീഡിയോ വരുന്നത്. എൻ്റെ വോയിസ്. ഓ ഗൈസ്, അപ്പോൾ എന്താ ഇതെല്ലാം ഒബ്സിഡിയൻ ആവൂല. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം അപ്പോൾ നമുക്ക് ഈ അയൺ കൊടുക്കാം. നീല കളർ സാധനം, അത് ലാപ്പിസി ലൂയിസ്. അതെടുക്കുന്നതാണോ? അതെടുക്കും. ഓഫ്, അയ്യോ, അപ്പം എൻ്റെ അയൺ അതിനകത്ത് പോയോ? നമുക്ക് ഈ അയൺ ഇങ്ങോട്ട് തട്ടി ഇങ്ങെടുക്കാം. ലാപ്പിസി ലൂപ്പിസി ഒക്കെ ഇരിപ്പുണ്ട്. ലാപ്പിസി അപ്പം ഇനി അയൺ ഇല്ലായിരിക്കും അല്ലേ? ഓ, ശല്യം വന്നിട്ടുണ്ട് ഗൈസ് പിന്നെയും. അപ്പോൾ അവിടെ മൂടിയില്ല ഇല്ലേ? ആ, മൂടി. ലാപ്പിസി ലൂപ്പിസി അത് കിട്ടിയെന്ന് നമുക്ക് ഇവിടുന്ന് അപ്പോൾ ലാപ്പിസി ലൂപ്പിസി എടുക്കുന്നില്ലേ? അവിടെ എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണം വല്ലതും ഉണ്ടോ? ഗൈസ്, പിന്നെ അയൺ നമ്മൾ കണ്ടു ഗൈസ്. ഇതേ ഇരിക്കുന്നു, സൈഡിൽ ഒളിച്ചങ്ങിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ പരസ്യം വരുന്നുണ്ടോ? മുണ്ടിൻ്റെ മറ്റേ രാംരാജിൻ്റെ 3 സെക്കൻഡ് മാത്രം. പോവാനുള്ള വഴിയായല്ലോ. എവിടെ പോകാൻ്റെ വഴി? വെള്ളം ഞാൻ ഇതുവഴിയല്ല പോകുന്നത് അല്ലേ? ഇതുവഴി. ഗൈസ്, രാത്രിയായി. ഇനി എതിരാളികളും പോരാളികളും എല്ലാം വരുന്നതായിരിക്കും. എൻഡർമാൻ ബ്രിബ്രമാൻ. ക്രീപ്പറുണ്ട് സൈഡിൽ. അപ്പം ആ ഭാഗത്തോട്ട് തന്നെ പോകണം. അതൊക്കെ ഇതിനാണ് ഗൈസ് സൂക്കേടെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം മോബ്സ് ഉള്ള സ്ഥലം നോക്കി ഇല്ലാത്ത സ്ഥലം നമുക്ക് ഡോറ് തരുന്നത്. ഉള്ള സ്ഥലത്തോടെ കയറി പോകും. അങ്ങനെയൊക്കെ ഒരുപാട്. കാരണം ഇപ്പം എനിക്ക് വീട്ടിൽ പോകേണ്ട ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കിപ്പോൾ എങ്ങനെ വീട്ടിലൊന്ന് പോയി കിട്ടിയാൽ മതി. ലിഫ്റ്റ് മൈൻക്രാഫ്റ്റ് ലിഫ്റ്റ്. ഞാൻ ചത്തുന്നു. ആരും എനിക്കൊരു അടിയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഹെൽത്ത് കുറയുന്നില്ല. ഹെൽത്ത് കുറയുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് കയറിയതാ. അപ്പം ഗൈസ്, അപ്പം നമുക്ക് മേലോട്ട് കയറി പോകാൻ. നമ്മളിപ്പോൾ ചാവും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മേളിലോട്ടൊന്ന് കയറി പോവാം ഗൈസ്. അതിന് മുമ്പേ ഞാനിപ്പോൾ ചാവും ഗൈസ്. ചത്തു നമ്മൾ ചത്തു. ചത്തു. സ്കെൽട്ടൻ നമ്മളെ കൊന്നു. അപ്പം ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ പോയിട്ടുണ്ട്. ഏതിനകത്ത്? നമ്മുടെ ലാവയ്ക്കകത്ത് പോയിട്ടുണ്ട് ഗൈസ്. എന്തോ പറയാനാണ്. നോക്കേ, എൻ്റെ അയണിൻ്റെ ഇതാണ് കിട്ടിയത്. നമുക്ക് കോപ്പറിൻ്റെ ഒരു ബൂട്ട് മാത്രമല്ല, നമുക്ക് വേറൊന്നും കിട്ടിയില്ല. നമുക്കപ്പം സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ള സാധനങ്ങൾ പോയി ഗൈസ് കേട്ടോ. ബൂട്ടല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അയൺ കിട്ടി, അത് ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സോംബിയൊക്കെ പറഞ്ഞു. അയ്യോ, ഫുള്ള് ഗോൾഡൻ ആർമറുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ. ഓക്കെ. ക്രീപ്പർ ഞാൻ ക്രീപ്പറാണ് എന്ന് ചെയ്യേക്കല്ലേ. ഓക്കെ, നമുക്കപ്പം മേലോട്ട് കയറിപ്പോവാം ഗൈസ്. എൻ്റെ പൊന്നോ, എന്തൊരു കഷ്ടമല്ല വയ്ക്കാത്ത പോകാൻ. എൻ്റെ വിഷമമാണ് ഗൈസ്. എൻഡർമാൻ പൊട്ടനാ ഗൈസ്. ആ പൊട്ടൻ വെള്ളത്തിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. അവനൊരു പൊട്ടനാട്ടോ ശരിക്കും. ഓക്കെ, നമുക്കപ്പം എന്തൊരു കഷ്ടമാണ് നോക്ക് ഗൈസ്. നമ്മൾ നമ്മുടെ ആക്സ് കിട്ടി.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ കൂടെ ചത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അപ്പോൾ മേളിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വീട്ടിൽ കയറി കിടന്നിട്ടുണ്ട്. കയറി വന്നിട്ട് ഓക്കെ, നമുക്കപ്പം വീട്ടിലോട്ടൊന്ന് പോകാം ഗൈസ്. ഇനി ഈ വീട് നമ്മൾ കുറേ ഇത് ചെയ്യുന്നതായിരിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ അയണൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് അയണൊക്കെ എടുത്ത് വെള്ളത്തിലും പോയി എന്തൊരു കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് അവിടെ മേളിലോട്ടൊക്കെ നമുക്ക് പോവാം ഗൈസ്. ഡ്രസ്സ് മാറ്റിയോ? ഇത് എൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സ് മാറ്റിയോ? ഇല്ല. പിന്നെ നടുക്ക് റെഡ് കളർ അതൊക്കെ ഉള്ളതാണ് നേരത്തെ. ആർമർക്ക് എന്തിയേ? ആർമറൊക്കെ പോയി, ചത്തു. പിന്നെ ഇത് കിട്ടിയേ? അത് ഇത് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇവിടെ കുറേ കോളുണ്ട്. നമുക്ക് കോൾ വെച്ച് മറ്റേ ട്രേഡ് ചെയ്യാം ഗൈസ്. ഭാഗ്യം കേട്ടോ. പോട്ടെ, ഞാൻ അങ്ങോട്ട് പോയി. ആര്? ഞാൻ മേലോട്ട് കയറാൻ വേണ്ടി പോയതാ. ഗൈസ്, നമ്മളപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ വിട്ടു ഗൈസ്, നമ്മൾ ഔട്ട് പോസ്റ്റിൻ്റെ അവിടെ വരെ പോകുന്നുണ്ട് ഗൈസ്. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത്. നമ്മൾ ഔട്ട് പോസ്റ്റ് വരെ പോകുന്നുണ്ട്. ഔട്ട് പോസ്റ്റ് വരെ പോയിട്ട് എന്നെ കാണിക്കും മക്കള് കണ്ടത്. നോക്കൂ, എൻ്റെ 100 IQ ബുദ്ധി കണ്ടോ എന്താണ്. എത്ര മിനിറ്റ് ഉണ്ട് ഇനിയും? അടിയിലോട്ടൊന്ന് നോക്കാം കേട്ടോ, എത്ര മിനിറ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഔട്ട് പോസ്റ്റിൽ വരെ ഒന്ന് പോവാണ് ഗൈസ്. ഇപ്പോൾ എത്തും, അല്ല ഈ ബ്ലോസമിൻ്റെ അപ്പുറത്താണ്. ഓക്കെ ഗൈസ്, ബ്ലോസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഔട്ട് പോസ്റ്റ്. വാളയാർ ചെക്ക് പോസ്റ്റ് ഇനിയും ബ്ലോസം കഴിഞ്ഞിട്ടാണ് നമ്മളെ കാണാം. അതിൻ്റെ സൈഡിൽ നമുക്ക് കുറേ വുഡ് വേണം ഗൈസ്. എന്തിനാ? അത്യാവശ്യമാണ്. നമ്മുടെ എൻ്റെ അടുത്ത് ഞാൻ കുറേ മരം നട്ടു വെച്ചു. മല മറിക്കാൻ പോവാണ് ഇപ്പം ഗൈസ്. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് സൈഡിൽ വാളയാർ ചെക്ക് പോസ്റ്റ് കണ്ടോ. നമ്മളിപ്പോൾ 100 IQ പ്ലേ എടുക്കും, നോക്കിയോ. എല്ലാവരും കൊല്ലുവോ? അല്ല, നമ്മൾ 100 IQ പ്ലേ എടുക്കും, നോക്കിയോ. ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെ കിട്ടും? അതിനകത്ത് നോക്കി എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്ന് പോടാ, ഒന്നും കിട്ടത്തില്ല. എന്നാലും അതിൻ്റെ അത്ര സ്വാമിയുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും ഗൈസ്. എൻ്റെ ഒരു സംശയം, ഇത് പറഞ്ഞിട്ട് നീ കളിച്ചാൽ മതി. ലാപ്പിസിൽ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, മിണ്ടാരി. അടുത്ത ഗൈസ്, അപ്പോൾ നമുക്ക് പിക്കാക്സും കൊണ്ട് എല്ലാം ചെയ്തിട്ട് നമ്മളിപ്പോൾ 100 IQ പ്ലേ എടുക്കുന്നതാണ്. അവിടെ എല്ലാം വെള്ളത്തിൽ കിടന്ന് വിലസുന്നുണ്ട് കുളിക്കാത്തവന്മാർ. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റ് കടലിൽ നടുക്ക് വന്നുകൊണ്ടാണ് ഇവന്മാരെ കുളിക്കാറിറങ്ങിയത്. നോക്കി ഗൈസ്, അപ്പോൾ നമുക്ക് ഇച്ചിരി ഡേർട്ട് എടുത്ത് എൻ്റെ 100 IQ പ്ലേ കാണിച്ചു തരാം ഗൈസ്. എനിക്കിപ്പം ഐഡിയ ഞാൻ ആലോചിച്ചുകൊണ്ടിരിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇച്ചിരി സ്റ്റോൺ എടുത്തിട്ട് ഞാൻ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 100 IQ പ്ലേ നോക്കി. 100 IQ പ്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ പൊട്ടത്തന്നെ കാണിച്ചു നല്ല. ഇതാണ് IQ പ്ലേ. വെള്ളത്തിനോടെ കൂടെ പോകാൻ കഴിവ് പ്ലേ ഗൈസ്. ഞാൻ അടിയിൽ കൂടെ പോയി എന്തായാലും അവന്മാർ നമ്മളെ എടുത്ത് വെള്ളത്തിൽ എടുത്ത് മുക്കും ഗൈസ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് അടിക്കുമായിരിക്കും, വമ്പിടുമായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഞാൻ ഒരു ദിവസം പോയി കീഴേ കയറി ചത്തിട്ടുണ്ട് വാളയാർ ചെക്ക് പോസ്റ്റിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഡർട്ട് വെച്ച് പോവാം. അതിൻ്റെ അടുത്ത് എത്തി. ഇച്ചിരിയും കൂടെ മതി ഗൈസ് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തും കൂടെ എത്താൻ. എൻ്റെ പൊന്നേ, ജസ്റ്റ് ഒന്നൊക്കെയാ ഒരു ജസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ കാണുമായിരിക്കും. നോക്കിയോ എന്തൊക്കെയുണ്ടത് ചെസ്റ്റിനകത്ത്. കിണ്ണം കാച്ചി പാല് കാച്ചി സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തോ ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ പേരാണ് കിണ്ണം കാച്ചി കാച്ചി പാല് കാച്ചി. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇച്ചിരിയും കൂടെ മതി, ഒരു സ്വല്പം കൂടെ മതി. ഇനി ഈ കേവിലൊക്കെ നമുക്ക് പോകണം. എനിക്ക് കേവ് ഉണ്ട്, ഞാൻ ഭയങ്കര തൊരേ. ഞാൻ ചെന്ന് കയറി കൊടുക്കും, എന്നിട്ട് ചാവുകയും ചെയ്യും. എപ്പോഴും അതോ പരിപാടി. ഞാൻ കേവിൽ ചെന്ന് കയറുകയും ചെയ്യും, ചാവുകയും ചെയ്യും. നമുക്ക് ആ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മണ്ടയ്ക്ക് 2 പേര് നിൽപ്പുണ്ട്. അവരെ ചെന്ന് തീർക്കണം. 2 പേരൊന്നും എല്ലായിരിക്കും, 2 പേര് നിൽപ്പുണ്ട്. കണ്ടോ അവിടത്തെ ഒരുത്തും അവിടെ ഉണ്ട്. ഒരുത്തും ഈ മതിലിൻ്റെ അതെ കയറി വരുന്നു.
ഈ സാധനമൊക്കെ ഉണ്ടാക്കിയോ? ഏത് ഈ പിടിച്ചോണ്ടിരിക്കുന്നേ ഇതോ ഷീൽഡോ? അതാണ് ഉണ്ടാക്കുന്നേ. എങ്ങനെ ഉണ്ടാക്കുന്നേ? അയൺ വെച്ചാ ഇപ്പൊ നോക്കിക്കോ എന്തിനാന്നത്. അല്ല അതെനിക്കറിയാം, അമ്പ് ഇടുമ്പോ തടയാൻ സ്കെൽട്ടനൊക്കെ ഉള്ളപ്പോഴും. അല്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അയൺ കൊണ്ടോ? ഗൈസ് ഒരുത്തൻ എൻചാൻഡറൊക്കെ ആയിട്ട് നിപ്പുണ്ട് ഗൈസ്. കിട്ടുമോ അതൊക്കെ? ഒന്നും കിട്ടത്തില്ല. അവനെ അടിച്ച് വെള്ളത്തിൽ ഇടും. കണ്ടോ പൊട്ടന്മാരാ ഗൈസ്. നമുക്കപ്പോൾ അവിടെ നിന്ന് കണക്ട് ചെയ്യാം. ഉയ്യ് ഞാനത്ത് വെള്ളത്തിൽ വീണെന്ന്. വെള്ളത്തിൽ പിടിച്ചിട്ട് മുക്കും മരല്ല കൂടെ. ഓക്കെ ഗൈസ്, നമുക്ക് വളരെ ചെക്ക് പോസ്റ്റിൻ്റെ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഫെൻസ് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അതങ്ങ് പൊട്ടിക്കാം. അപ്പോൾ ആ പൊട്ടൻ ഇങ്ങോട്ട് അങ്ങ് നടന്നു വന്നിട്ട് നമുക്ക് അടി കൊടുത്താൽ വെള്ളത്തിൽ അങ്ങ് പൊക്കോളും. അയ്യോ എൻ്റെ ഫുഡ്. അയ്യോ ഇടുന്നത് പോലെ മുണ്ടുടുക്കാം. 3 സെക്കൻഡ് മാത്രം മതി. ഓനെ കൊന്നു ഗൈസ്. അത് മറ്റേ വളരെ ചെക്ക് പോസ്റ്റിലെ ബോസാണ് ഗൈസ്. അവനിപ്പോൾ കയറി വരിക പൊട്ടൻ. ആ ചെസ്റ്റ് തുറക്കാൻ പോകുമ്പോൾ തന്നെ എന്താണ് തലയിരിക്കുന്നേ? അതാണ് വാലയാർ ചെക്ക് പോസ്റ്റിൻ്റെ ബോസ്. അങ്ങനെ ഇപ്പം അവൻ വെള്ളത്തിൽ വീഴും ഗൈസ്. അവൻ പോയി ഗൈസ്. നമുക്ക് ചെസ്റ്റ് അങ്ങ് തുറക്കാം ഗൈസ്. പൊട്ടന്നെ പോയി തുറക്കുന്നതിന് വായി നോക്കി നിൽക്കുക. 3 ഗൈസ്. ആ ബുക്ക് ഏതാന്ന് ഇപ്പം നോക്കിക്കോണം ഗൈസ്. ആ ബുക്ക് ഇപ്പം എന്തോ എഴുതി കാണിക്കുന്നത് നോക്കണേ. എന്തുവാ? ഷാർപ്പ്നെസ് 3 ഗൈസ്. ഷാർപ്പ്നെസ് 3. ഒരു അടി അടിച്ച് അവൻ്റെ മണ്ട ഒടിഞ്ഞ് തറയെ കിടക്കും ഗൈസ്. അമ്മാരിയുള്ള ഷാർപ്പ്നെസ് ആണ്. ഇനിയുണ്ടോ ജസ്റ്റ്? ഇല്ല, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ഇവിടെ. അത് ഹൈപ്പ് കൂടി ഗൈസ്. ക്യാരറ്റ് അത്യാവശ്യം ഒരു വേണം. ക്രോസ് ബോ ഒക്കെ ഇരിക്കുന്ന കണ്ടോ ഗൈസ്. നമുക്ക് എല്ലാത്തിനും എടുത്ത് വെടി വെക്കാം. നല്ല ലൂട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാനിങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ഫുൾ എൻ്റെയാണ് ഗൈസ്. ഇനി അവന്മാരൊന്നും ഇവിടെ കയറത്തില്ല. കയറി കഴിഞ്ഞാൽ കാലും മുട്ടും വെട്ടി എടുത്ത് എറിയും ഗൈസ്. അപ്പോൾ എങ്ങനെ പോകുന്നേ? അതൊക്കെ ഞാൻ മേളിൽ കയറി കഴിഞ്ഞാൽ അത് വന്ന വഴി തന്നെ പോവും. പിന്നെ എന്നെ കാണിക്കുമോ മക്കളൊന്ന്? ഞാനപ്പോൾ എല്ലാവരെയും ഭരിക്കുക. എല്ലാം കേട്ടോ. ഇതിനി എൻ്റെ സ്ഥലമാണ്. അവന്മാരിപ്പോൾ തരും. എൻ്റെ സ്ഥലമാണ്. ഞാൻ എൻ്റെ സ്ഥലമാക്കി. ഞാൻ അയ്യോ ബോസ് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ ബോസിനെ അടിച്ചിട്ട് പൊട്ടം വീണ്ടും കയറി വരുന്നുണ്ട്. അയ്യോ ചമ്മി വിഷമായി ചമ്മി. പോണ്ടേന് കടന്ന് കാണിക്കുന്നത് ഹൈ വാളയാർ ചെക്ക് പോസ്റ്റ് രീതികളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അവന് ഇപ്പം ഞാനിങ്ങനെ ചാടിച്ചൊന്നൊരു ഓടിയോ അവന് മൊണ്ടക്കോട്ട്. നമുക്ക് ഗൈസ് നമുക്ക് എന്തോ പോർഷനൊക്കെ കിട്ടി ഗൈസ്. അപ്പോൾ അവൻ്റെ തലമണ്ട ഇരുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വില്ലേജിൻ്റെ നടുക്കുണ്ട് ഗൈസ്. ഈ പോർഷൻ കുടിച്ച എനിക്ക് എന്തോ ബാഡ് ഓവൻ എന്നാണ് ഗൈസ് എന്തോ എഴുതി കാണിക്കുന്നത്. നിങ്ങൾ എനിക്ക് എന്തോ അറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുടിക്കുന്നുള്ളൂ ഗൈസ്. കണ്ടോ ബാഡ് ഓവൻ എന്നൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് അപ്പം ഇവിടെ നിന്ന് അങ്ങ് പോവാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. സത്യം പറഞ്ഞാൽ സുഖമായിട്ട് ഇതൊരു വീടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെൻ്റെ വീടായി ഓൾറെഡി. എന്താ പിന്നെ ബെഡും കൊണ്ടൊക്കെ കൊണ്ടുപോയി ആവശ്യമുള്ള വില്ലേജിൽ പോയി കട്ടൊക്കെ പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇത്ര പാടുപെട്ട് അവിടെ ഉണ്ടാക്കിയത്? ശരിയാ, ഞാൻ അവിടെ കുടിച്ച് ഗൈസ്. എന്തോ ബാഡ് ഓവൻ എന്നാണ് എനിക്ക് കിട്ടിയത്. എന്തോ ബാഡ് ഓവൻ എന്തോ ഒരു ചിരന്തിയുടെ പടമൊക്കെ ഉണ്ട് ഗൈസ്. എന്നാ എനിക്കറിയത്തില്ല. നമ്മൾ ചിരന്തിയില്ലാവൂ. പിന്നെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമുക്ക് വാളയാർ ചെക്ക് പോസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നേരെ വീട്ടിലോട്ട് അങ്ങ് തെറിക്കാം ഗൈസ്. അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വന്നിട്ട് ഇവിടെ അങ്ങ് ക്ഷീണം കൊണ്ട് കിടക്കുവാണ്. എല്ലാത്തിനെയും അല്ല, ഒരെണ്ണത്തിനെ മാത്രം കൊന്നുള്ളൂ ഗൈസ്. അവിടെ മരങ്ങളൊക്കെ തച്ചിരുന്ന് വളരുന്നുണ്ട് ഗൈസ്. ഞാൻ വെച്ച മരം ഗൈസ്. ഇവിടുത്തെ സൺസെറ്റ് ഭയങ്കര കേട്ടോ. എന്നെ ഭംഗിയാണെന്നറിയാം കാണാൻ. ഇപ്പം ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഇതൊക്കെ ഉണ്ടോ ഗൈസ്? എന്നെ ഭംഗി. എൻ്റെ മോനെ ആ മലയുടെ ഇടയിലോട്ടൊക്കെ പോകുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചു എൻ്റെ സൈഡിൽ വന്ന് ക്രീപ്പർ സ്പോണായെന്ന്. അതെ, ഞാൻ ചത്ത സ്ഥലം ഞാൻ ചത്തു. ഓവൻ വെച്ച് ഞാൻ ചത്തു ഗൈസ്. അത് ഞാൻ കാണിക്കാത്തതായിരുന്നു. ഓവൻ വെച്ച് ഞാൻ ചത്തു. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓവൻ വെച്ചല്ല, അത് പൊട്ടിയപ്പോൾ എന്തോ ഓവൻ എന്നൊക്കെ എന്തോ എഴുതി എൻ്റെ പടം കാണിച്ചു ഗൈസ്. എൻ്റെ മോന്തക്കോട്ട് കയറി. ബുക്ക് കിട്ടിയോ? ബുക്കൊക്കെ അവിടെ കിടക്കുന്നേ ഉണ്ട് ഗൈസ്. ബുക്കൊക്കെ അതോ
അല്ല അതുകൊണ്ട് ആ 2 എണ്ണം ഉള്ള അതാണ് എൻ്റെ മോനെ കിണ്ണക്കാച്ചി പാലച്ച് ഡയമണ്ട് ഹൗസ് ഉള്ള സംഭവം അല്ല 3 സെക്കൻഡ് മാത്രം മതി. ഓക്കെ അതുപോലെ ഒരു ആർമർ പോലും ഇല്ല. എൻ്റെ ആർമറെല്ലാം ചത്തവും പോയി ഗൈസ്. എന്തോ പറയാനാന്ന് നോക്ക് ഗൈസ്. ഇത് ഞാൻ ഇത് ഓഫാക്കി വെച്ചേക്കുന്നത് കിണ്ണൻ കോട്ട് ഹോണാണ് ഗൈസ്. അത് അടിക്കണം എന്നാലേ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീലിറ്റ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പം തന്നെ എൻഡ് ചെയ്തേക്കാം. നമുക്ക് ആ വീട്ടിലോട്ടൊന്ന് പോയിട്ടെ. പണ്ടിടുന്നത് പോലെ മുണ്ടുടുക്കാം 3 സെക്കൻഡ് മാത്രം മതി. കണ്ടിട്ടുണ്ടായിരിക്കും രാംരാജിൻ്റെ പരസ്യം. 3 സെക്കൻഡ് മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പം കുറേ കോപ്പറുണ്ട് ഗൈസ്. കണ്ടോ നമ്മുടെ വളരെ ചെക്ക് പോസ്റ്റിലെ ബോസ്. അത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ആർമർ ഉണ്ടാക്കാൻ പറ്റത്തില്ല മൊത്തവും. പിന്നെ 9 എണ്ണം വെച്ചാ ഗൈസ്. നമുക്ക് ഇത് ഇവിടെ വെക്കണോ വേണ്ട? നമുക്ക് വില്ലേജിൻ്റെ നടുക്ക് തന്നെ കൊണ്ടുവെക്കണം ഗൈസ്. ഗൈസ് ഇപ്പം എല്ലാം ഓഫ് ക്യാമറ തന്നെ കൊണ്ട് വെക്കുന്നുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഗൈസ്. ഇത്രയും മതി. സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും. നമ്മുടെ 3 സെക്കൻഡ് മാത്രം മതി. ഇനി 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. 10-20 സെക്കൻഡ് കൂടെ. സത്യം പറഞ്ഞ് ഇങ്ങനെ വീട് കിടക്കുന്ന ഒരു രസമില്ല. അതല്ല ഞാൻ ഇനി ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ സെറ്റായിരിക്കും. ഗ്ലാസ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല. വീട് നിറഞ്ഞിരിക്കും. ബെഡ്, ചെസ്റ്റ്, ഫർണിച്ചേഴ്സ് ഒക്കെ കൊണ്ടുവെക്കാം ഗൈസ്. വില്ലേജറിന്റെ വീട്ടിൽ പൊട്ടിച്ചാൽ പോരെ. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ എൻ്റെ പേര് സമയം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.